ശേഷം 50,000 കൊല്ലം മുൻപ് കേരളത്തിൽ ജനവാസം ആരംഭിച്ചു. 3 ലക്ഷം വർഷത്തോളം മുൻപ് ആഫ്രിക്കയിൽ രൂപം കൊണ്ട മനുഷ്യൻ 1.5 ലക്ഷം വർഷം മുൻപ് വാൽ വെക്കുന്ന ശേഷം നശിച്ച് രോമങ്ങളൊക്കെ മുക്കാലും പൊഴിഞ്ഞ് ഏറെക്കുറെ നേരെ നിൽക്കാറായി, നേരെ നിന്ന് 2 കാലിൽ നടക്കാറായി. അത് കഴിഞ്ഞ് വീണ്ടും കുറേ കാലം കൂടി കഴിഞ്ഞാണ് ബുദ്ധിയുടെ പ്രവർത്തനം ആരംഭിച്ചത്, തിരിച്ചറിവായി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഭാരതത്തിൽ ഏകദേശം 80,000 വർഷം മുൻപ് മനുഷ്യനെത്തിയത്. അവിടെ നിന്നില്ല, അധികം താമസിക്കാതെ 60,000 കൊല്ലമായപ്പോഴേക്കാണ് ഏകദേശം ദക്ഷിണേന്ത്യയിൽ പ്രവേശിച്ചത്. തമിഴ്നാട്, മൈസൂർ, കേരള ഇവിടങ്ങളിലേക്ക് ഏകദേശം 50,000 കൊല്ലം മുൻപ് വന്നു. ആ മനുഷ്യൻ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 5,000-10,000 വർഷം കഴിഞ്ഞു. അതും കഴിഞ്ഞപ്പോഴേക്ക് ആദ്യം വന്നവരൊക്കെ ഉഷ്ണമേഖലാ പ്രദേശത്ത് വസിച്ചതുകൊണ്ട് കറുപ്പ് നിറമായി മാറി, നിറം അങ്ങ് മാറി, സൂര്യപ്രകാശം അധികം ലഭിക്കുന്നത് കൊണ്ട്. അങ്ങനെ പിന്നെയും കുറേശ്ശെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വടക്കേ ഇന്ത്യയിൽ നിന്നും പുറകെ ആൾക്കാർ ഇങ്ങോട്ട് കുടിയേറിക്കൊണ്ടിരുന്നു. കുറേ ആൾക്കാർ തിരിച്ചും പോകുന്നുണ്ട്. ഇങ്ങനെ വന്നവരെ, ഏറ്റവും ലാസ്റ്റ് വന്നവരെ അത്ര തന്നെ കറുപ്പായില്ല എന്നേ അർത്ഥമുള്ളൂ. ഒരേ ജനതയാണ് നമ്മൾ. ആഫ്രിക്കയിലാണ് നമ്മൾ ജനിച്ചത്. നമ്മളിങ്ങനെ പാലായനം ചെയ്ത് അനേക ലക്ഷം വർഷം അനേക ആയിരം വർഷം എടുത്താണ് ഇങ്ങനെ ഇവിടെ അവസാനം കേരളത്തിലെത്തിയത്. കേരളം, തമിഴ്നാട്, ആന്ധ്ര ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. ആ മനുഷ്യന് ആരും ആരെക്കാളും മുമ്പിലോ പുറകിലോ അല്ലെന്നുള്ളൊരു ധാരണ നിശ്ചയമായിട്ട് ഈ ചരിത്രം പഠിച്ചൊരാളിനുണ്ടാവും. ആരെയും കൂടുതൽ മഹിമയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ആർക്കും കുറയ്ക്കേണ്ട കാര്യവുമില്ല. പരിണാമദശയിൽ ചെറിയ ചേഞ്ചൊക്കെ വരും, താളപ്പശമൊക്കെ വരും എന്ന് വിചാരിച്ചിട്ട് അവർ ഒരാളെക്കാൾ മറ്റാൾ ഉയർന്നതോ താണോ ഒന്നും ആകുന്നില്ല. അത് അവരെ കൂടി എല്ലാവരും ഒന്നിച്ച് ചേർത്ത് പിടിച്ചൊരു മനുഷ്യവർഗമാണ് ഇന്ത്യയിൽ വേണ്ടത്. എല്ലാവരും ഒന്ന് തന്നെ, ഒരേ ജനത. അതിക്രമിച്ച് കടന്നു വന്നവരെ അല്ല ഞാൻ പറഞ്ഞത്. സ്വതവേ വന്ന് ഇങ്ങനെ പരമ്പരാഗതമായിട്ട് ഇവിടെ വന്ന് വികസിച്ച് വന്നൊരു ജനമുണ്ട് ഇവിടെ. അവരെല്ലാവരും ഒരേ സംസ്കാരം, ഒരേ അടിത്തറയുള്ളവർ തന്നെയാണ്. മഹിമ കൂടുതൽ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല, കൊടുക്കാനേ പാടില്ല. ജാതി എന്ന് പറയുന്നൊരു സാധനം ഈ ലോകത്തിൽ ഉണ്ടായത് പിശാച് മനുഷ്യനെ മുടിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഒരു നിമിഷം മുന്നോട്ട് വിടാതെ നിശ്ചയിച്ച് കളയണം, കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം നമ്മളിൽ നിന്ന്. നമുക്കത് വേണ്ട. ഏതോ കാലത്ത് മണ്ടന്മാരായ കുറേ ആൾക്കാർ ഇന്ത്യയിൽ, ഏതോ കാലത്തല്ല, 1200 കൊല്ലം മുമ്പ്, അന്നാണ് ഇത് ആരംഭിച്ചത്. അന്ന് വരെ നമ്മളെല്ലാം ഒന്നായിരുന്നു, ഒരേ ജനതയായിരുന്നു. ഇതൊന്ന് ഓർത്ത് വെക്കണം, എപ്പോഴും ഒന്ന് ഓർക്കണം. ആരും ആരെക്കാൾ മുമ്പിലല്ല പുറകിലും അല്ല എന്ന്, നമ്മളെല്ലാവരും ഒന്നാണെന്ന ഒരു ധാരണ നിശ്ചയമായിട്ടും എല്ലാ മനുഷ്യനും ഉണ്ടാവണം.